ഞാൻ ഒരു കാര്യം പറയാൻ വന്നത് ഗൈസ്. ഞാനങ്ങനെ ഈ ബിഗ് ബോസ് എന്ന പ്രോഗ്രാം പണ്ട് കാണുമായിരുന്നു. ഇപ്പോൾ എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാനൊരു വീഡിയോ കണ്ടു. രേണു സുധിയെ കുറിച്ച് തലയിൽ എന്തോ പ്രശ്നം പറഞ്ഞിട്ട്. അപ്പോൾ ഒത്തിരി പ്രയാസം തോന്നി. പണ്ട് ചെറുതിലെ എൻ്റെ അച്ഛമ്മയായിരുന്നു എന്നെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തത്. ഞാൻ അച്ഛമ്മയുടെ കൂടെ വന്നിരുന്നത്. അപ്പോൾ ഈ തലയിൽ സ്കൂളിൽ പോകുമ്പോൾ പെയിൻ വന്നിട്ട് അച്ഛമ്മ അന്നത്തെ സമയം ഉപയോഗിച്ചിരുന്ന DDT ആയിരുന്നു, ഉറുമ്പുപൊടി. അപ്പോൾ ഈ ഉറുമ്പുപൊടി തലയിലിടും, അതിൻ്റെ സ്മെല്ല് ഇല്ലെങ്കിൽ നമുക്ക് തല്ല് കിട്ടും. ഉറുമ്പുപൊടി ഇടാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ. ഈ ഉറുമ്പുപൊടി ഇട്ട് എൻ്റെ മുടിക്കൊന്നും ഒരു ജീവനില്ലാതായി. പിന്നെ എപ്പോഴും ഞാൻ മനസ്സിലാക്കി ഉറുമ്പുപൊടിയുടെ ആണോ ഫസ്റ്റ് ടൈം ഉള്ള മുടി കട്ട് ചെയ്യാത്തതിൻ്റെ ആണോ എന്തോ ഒരു പ്രശ്നം കൊണ്ട് എൻ്റെ മുടി നേർത്ത മുടിയായിരുന്നു. ഇപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ആ കുട്ടിയെ കാണുമ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത്, നമ്മൾ ആരെങ്കിലും പറയുമോ ഞാൻ ഫേമസ് ആവാൻ വേണ്ടിയാണ് ഇതൊക്കെ കാണിക്കുന്നതെന്ന്? അതിന് തുറന്നു പറയാൻ പറ്റത്തില്ല. എന്ത് ജോലിക്ക് പോയാലും ഒരു 15-20 കൂടുതൽ സാലറി ആ കൊച്ചിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് കിട്ടാൻ പോകുന്നില്ല. അതെങ്ങനെ ജീവിക്കും ഒരു അസുഖം വന്നാൽ? സോ അതിൻ്റെ ഭാവി ആക്കിക്കൊള്ളട്ടെ. നമ്മുടെ സഹോദരിമാര് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്നതും അവസാനം ട്രെയിനിൻ്റെ മുമ്പ് ചാടുന്നതൊന്നും കാണാൻ നല്ല ഭംഗിയില്ലല്ലോ. അതിന് നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ ആർട്ടിഫിഷ്യൽ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുമ്പോൾ ഈവൻ ത്രെഡിങ് പോലും ക്യാൻസറസ് ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ടാവും. തലമുടിയിൽ ഇത്രയും മുടി കൊണ്ടുവെക്കുമ്പോൾ നമ്മുടെ തലയിലെ സുഷിരങ്ങളിൽ ഉണ്ടാക്കുന്ന വെയിറ്റ് ഉണ്ട്, തലയിലുണ്ടാക്കുന്ന വെയിറ്റ് അതിൽ എക്സ്ട്രാ വരുമ്പോൾ തലവേദന വരും. പിന്നെ അത് ഹെൽത്തിയുമല്ല. ഇത്രയും പേര് ചേർന്ന് ഒരു സ്ത്രീയെ ആക്രമിക്കുമ്പോൾ തൻ്റേതല്ലാത്ത കാരണത്താലായാലും തൻ്റെ കാരണത്താൽ ഒരാൾ താഴ്ന്നു പോകത്തില്ലേ? അവരത് എന്തിനാ ചെയ്യുന്നേ? അവരുടെ ഫ്യൂച്ചർ സേഫ് ആക്കാൻ വേണ്ടിയെന്നാ ഞാൻ മനസ്സിലാക്കിയത്. അവരുടെ ഫ്യൂച്ചർ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. ഈ പെയിൻ വലിയൊരു ഭയങ്കര കാര്യമൊന്നുമല്ല. നമ്മൾക്ക് അതിൻ്റെ നിറ്റ്സ് പോലെ, അതിൻ്റെ ഈര് പോലും കളയാനുള്ള മരുന്നുകളുണ്ട്. അത് മേടിച്ച് അതിനെ കഴുകാൻ സഹായിച്ച് അതിനകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഇച്ചിരി ആഹാരം, അതിന് ഇഷ്ടമുള്ള ആഹാരം മേടിച്ചു കൊടുത്ത്, ലാലേട്ടനോടുള്ള ഒരു അഭ്യർത്ഥനയാണ്, അതിന് ഇഷ്ടമുള്ള ആഹാരം മേടിച്ചു കൊടുത്ത് അതിനെ ഒന്ന് പൊക്കി പുറത്ത് വിട്ടാൽ കുഞ്ഞെങ്കിലും ഭംഗിയായിട്ട് വളർന്നോളൂ എന്ന് എനിക്ക് തോന്നണം. ആകെ അത് മാനസികമായി അത്ര ധൈര്യമുള്ളൊരു കുട്ടിയല്ല, അത് എപ്പോഴും കരയുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിനെ പുറത്ത് പറഞ്ഞു വിടരുതേ. അത് ഇച്ചിരി കാശൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് കപ്പൊക്കെ മേടിച്ചിട്ട് പൊക്കോട്ടെ. അതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ആൾക്കല്ലയോ കൊടുക്കേണ്ടത്. ഇറ്റ്സ് എ റിക്വസ്റ്റ്.